ലതാ സുജി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NCERTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 1ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് നോക്കാൻ പോകുന്നത്. മണ്ണും മഴയും പ്രകൃതിയും പക്ഷികളും പൂക്കളും എല്ലാം അടങ്ങുന്ന പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന പാഠഭാഗങ്ങളാണ് ഈ പുതിയ പുസ്തകത്തിലുള്ളത്. 1ാമത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന ഈ പാഠത്തിൽ പൂക്കളും മരങ്ങളും പക്ഷികളും മഴയും എല്ലാമാണ് പ്രതിപാദ്യം. പി മധുസൂദനൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിലെ മണ്ണിൻ്റെ കിനാക്കൾ എന്ന ഭാഗവും, കാട്ടിലെ മഴ അതായത് സോമനാഥിൻ്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന ഭാഗത്തെ കാട്ടിലെ മഴ എന്ന പാഠഭാഗവും, ഡെയ്സി ചെടി എന്നൊരു ചെറിയ കഥയും, അത് വിവർത്തനം ചെയ്തിരിക്കുന്ന M. വിജയൻ, അദ്ദേഹത്തിൻ്റെ വിവർത്തനം ആൻഡേഴ്സൺ കഥകളിൽ നിന്നും വിവർത്തനം ചെയ്തതാണ്. ആ കഥയും അടങ്ങുന്ന വളരെ മനോഹരമായ ഒരു യൂണിറ്റാണ് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റ്. ഇതിൽ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു കുട്ടി മഴയുടെ പശ്ചാത്തലത്തിൽ വൃക്ഷശിഖരത്തിലിരിക്കുന്ന ഒരു പക്ഷിയെ ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതാണ് ചിത്രം. ഇവിടെ ആ കുട്ടി നിങ്ങളായാലോ എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലുള്ളത്? അതുപോലെ തന്നെ മഴ നനഞ്ഞ് തൻ്റെ ചിറകൊക്കെ ഒന്ന് ചുണ്ടുകൊണ്ടൊന്ന് തുടച്ച് ചൂട് പിടിപ്പിക്കുന്ന പക്ഷി, ആ പക്ഷിയുടെ മനസ്സിലെന്താവും? അതുപോലെ എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് മഴയത്ത് കാണാം. മഴ എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണല്ലോ മഴക്കാഴ്ചകൾ. മഴയത്ത് എന്തൊക്കെയാണ് മഴ, നമുക്ക് കളിവഞ്ചി ഓടിക്കാം, മുറ്റത്തുള്ള വെള്ളത്തിലൂടെ കളിവഞ്ചി ഓടിച്ച് കളിക്കാം. പിന്നെ മഴത്തുള്ളികളെ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് തട്ടിത്തെറിപ്പിക്കാം. ചില കുട്ടികൾ മഴയത്തിറങ്ങി കുളിക്കാറുമുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് മഴയത്തിറങ്ങി കുളിക്കാനൊന്നും പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല. നമുക്ക് പെട്ടെന്ന് നമ്മൾ അസുഖബാധിതരായിപ്പോവും. അപ്പം മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്ക് ഒരു രസം തന്നെയാണ്. എന്നെപ്പോലെ എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ആ കുട്ടിയെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കഥാകാരനെ ആകാം, അല്ലെങ്കിൽ നമ്മളെ തന്നെയാകാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മഴക്കാഴ്ച അവിടെ പറഞ്ഞിരിക്കുന്ന നോക്കൂ. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്ക് ഒരു രസം തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാം വളരെ രസമുള്ളതാണ് മഴക്കാഴ്ച. മടി പിടിച്ച് സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കാം, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാന കാര്യങ്ങൾ. ഇവിടെ തന്നിരിക്കുന്ന ഒരു പ്രവർത്തനം, ആദ്യത്തെ പ്രവർത്തനം ഇതാണ്. ഇതിൽ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത്? വേണമെങ്കിൽ മഴ പെയ്യുന്ന ആ അവസരം എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ ചിത്രത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മഴക്കാഴ്ച. മഴ പെയ്യുമ്പോൾ നമ്മുടെ കോലായിൽ വരാന്തയിൽ ഇരുന്ന് കാണാൻ നമ്മൾ എന്തൊക്കെ കാഴ്ചകളായിരിക്കാം നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് എന്തെല്ലാം കാഴ്ചകളാണ് കടന്നു പോകുന്നത്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രവർത്തനം. ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതുക. നിങ്ങളുടെ ലേഖന പ്രവർത്തനമാണ്. ചാലി കീറി ഒഴുകുന്ന മഴവെള്ളം നമ്മുടെ മുറ്റത്തു കൂടി ഓളം തള്ളിച്ച് നമ്മൾ പുഴകളിലും നദികളിലും ഒക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ മുറ്റത്തും മഴ പെയ്ത് ഒഴുകി പരക്കുന്ന വെള്ളം, അത് ശ്രദ്ധിച്ച് നോക്കി നമുക്ക് അറിയാവുന്നതാണ്. ചെറിയ ഓളങ്ങളെ തഴുകിയാണ് മഴവെള്ളം പോകുന്നത്. അതൊരു നല്ല കാഴ്ചയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളിവള്ളങ്ങൾ ഉണ്ടാക്കി നമുക്ക് വെള്ളത്തിലൂടെ ഒഴുക്കാം. അതിങ്ങനെ നേരെ ചരിഞ്ഞു പോകാതെ അതിലൊന്ന് രണ്ട് പൂക്കളും ഒക്കെ പറക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ കല്ല് ഒക്കെ പറക്കിയിട്ട് നമ്മളതിനെ ഓടിക്കാറുണ്ട്. ചെറിയ ചില മഴക്കാഴ്ചകളാണ് അതെല്ലാം. പിന്നെ ഇതേപോലെ തന്നെ ചിത്രത്തിൽ പോകുന്നത് തന്നെ മരക്കൊമ്പുകളിൽ നനഞ്ഞ് തൻ്റെ ചിറകുകൾ തേച്ച് മിനുക്കി ചൂടാക്കുന്ന പക്ഷികളെ കാണാം. പിന്നെ മിന്നലടിക്കുന്ന മഴയാണെങ്കിൽ നല്ല തെളിച്ചത്തോടെ, അതായത് പിന്നെ മേഘപാളികളെ കീറി മുറിച്ചു കൊണ്ടുവരുന്ന മിന്നൽ നമുക്ക് പേടിപ്പെടുത്തുന്നൊരു കാഴ്ചയാണെങ്കിൽ പോലും അതും കവിവാചകത്തിൽ പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. തിളങ്ങുന്ന ആ മിന്നലിൻ്റെ പ്രകാശം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? കവിതയിലെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.